ഒരിക്കലും ഞങ്ങളുടെ തോട്ടത്തിൽ കുറച്ച് കുരങ്ങന്മാരുടെ ആക്രമണം ഉണ്ടായി. ഈ കുരങ്ങ് വന്നിട്ട് ഏലത്തിൻ്റെ പുതിയ ടില്ലേഴ്സ് കീറിക്കളഞ്ഞിട്ട് അകത്തുള്ള കാമ്പെടുത്ത് തിന്നിട്ട് പോകുന്ന ഒരു പരിപാടി. ഒരു ദിവസം വന്നാൽ 10-50 പുതിയ ടില്ലേഴ്സ് നശിപ്പിച്ചിട്ടേ ഇത് പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി മാറി. അപ്പോൾ ഞാൻ ഉഷസിനോട് വന്ന് പറഞ്ഞിങ്ങനെ പ്രശ്നമുണ്ട്, അപ്പോൾ ഉഷസ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഇത് തുടരുന്നത് കണ്ടപ്പം ഉഷസും പിള്ളേരും കൂടെ ഒരു ദിവസം, അന്ന് ആ സമയത്ത് ഈ കോവിഡ് ലോക്ക്ഡൗണൊക്കെ ആയിരുന്നുകൊണ്ട് പിള്ളേരും വീട്ടിലുണ്ട്. ഉഷസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ഈ പിള്ളേരെ കൂട്ടിക്കൊണ്ട് കുരങ്ങിൻ്റെ ആക്രമണം ഉണ്ടാകുന്ന ഈ തോട്ടത്തിൻ്റെ ഭാഗത്ത് പോയിട്ട് അവിടെ നടന്നുകൊണ്ട് അവർ ജെറിക്കോ പ്രയർ കൊന്തയൊക്കെ ചൊല്ലി നടന്ന് പ്രാർത്ഥിച്ചു. ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ തോട്ടത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഈ കുരങ്ങ് വന്ന് നശിപ്പിക്കുന്ന ഏലത്തോട്ടത്തിൻ്റെ ഭാഗത്ത് തൊട്ടടുത്തായിട്ട് കുറച്ചധികം നായ്ക്കൾ നിൽക്കുകയാണ്. നായ എന്ന് പറഞ്ഞാൽ ഏതോ വീട്ടിൽ വളർത്തുന്ന നല്ല നായ്ക്കൾ. അപ്പം ഈ നായ്ക്കളെ കണ്ടപ്പം ഞാനൊന്ന് പെട്ടെന്ന് ഞടുങ്ങി. കാരണം എനിക്ക് നായയെ ഒരു പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നടുങ്ങിയിട്ടൊന്ന് പുറകോട്ട് വലിഞ്ഞു. എൻ്റെ തോട്ടത്തിൽ വന്നിട്ട് എന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ കിടക്കുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി. ഒരു കമ്പ പോലെ എടുത്തിട്ട് അങ്ങ് നടക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നി ഈ പട്ടിയെ പേടിയായതുകൊണ്ട് കുരങ്ങ് ഇറങ്ങാതെ പോകാതിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം എന്നാൽ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് എന്താ സംഭവിക്കുന്നത് അറിയാനായിട്ട് ഞാൻ പതിയെ സ്റ്റെപ്പ് പുറകോട്ട് വെച്ചിട്ട് കുറേ ദൂരം മാറിയിട്ട് അവിടെ നിലയുറപ്പിച്ചു. അപ്പോൾ എനിക്ക് കാണാം, ഈ പട്ടിയെ കാണാം, അതുപോലെ തന്നെ കുരങ്ങ് മരത്തിന് മണ്ടയിൽ ഇരിക്കുന്ന കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കുരങ്ങിന് താവോട്ട് ഇറങ്ങണേ പട്ടി പോകണം. പട്ടി പോകുന്ന ലക്ഷണമില്ല, പട്ടി അവിടെ കിടക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോധോദയമുണ്ടായി. പ്രാർത്ഥന നടന്നതിൻ്റെ പിറ്റേ ദിവസം കർത്താവ് പട്ടികളുടെ രൂപത്തിൽ എൻ്റെ തോട്ടത്തിന് കാവലേർപ്പെടുത്തിയേക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഈ കുരങ്ങ് അന്ന് തിരിച്ചുപോയി. കുരങ്ങ് അന്ന് തിരിച്ചു പോയതിന് ശേഷം ഇന്നേ വരെ ആ തോട്ടത്തിൽ കുരങ്ങ് വന്നിട്ടില്ല.